അശ്വതീസ് വേൾഡ് ഓഫ് ക്രോഷ്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു കീ ചെയിൻ ആട്ടോ നമ്മൾ ഈ പ്രാവശ്യം ചെയ്യാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു മൾട്ടി കളർ യാണും നമ്മൾ നോർമലി ഹുക്ക് എടുത്ത് 3 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി 20 ചെയിൻസ് ചെയ്യാം. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. നമ്മൾ 20 ചെയിൻസ് ചെയ്തിട്ട് അതിന് ഒരു റിങ് പോലെ ജോയിൻ ചെയ്തെടുക്കുക. റൗണ്ടിൽ ജോയിൻ ചെയ്യുക. ആ ഫസ്റ്റ് ചെയിനിലേക്ക് 20ാമത്തെ ചെയിനിന് സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഈ റിങ്ങിൽ നമ്മൾ 30 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. ഒരു ചെയിൻ ഇട്ടു. ഇനി 29 സിംഗിൾ ക്രോഷ്യേസ് ചെയ്യുക. ആ ഒരു റിങ് ഫുള്ളും നമ്മൾ 30 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. ഓരോന്നോരോന്നായിട്ട് അടുത്തടുത്തായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു, 20 ചെയിൻസ് ചെയ്തെടുത്തു, അതിന് ജോയിൻ ചെയ്തു. ഇനി 30 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ആ റിങ് ഫുള്ളും നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ സിംഗിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. ആ റിങ് ഫുള്ളും 30 സിംഗിൾ ക്രോഷ്യേസ് ചെയ്തിട്ട് നമ്മൾ ആ ഫസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് അത് ജോയിൻ ചെയ്യാം. ഓക്കെ. അങ്ങനെ ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് നമ്മളെ നെക്ക് പോർഷനാണിത്. ആ ഒരു ചെറിയ ഡ്രസ്സിൻ്റെ കീ ചെയിനല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നെക്ക് പാർട്ടാണിത് കേട്ടോ. നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യയും ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മൾ ആ 30 സിംഗിൾ ക്രോഷ്യസ് ആവാറായി. ഒന്ന് ടൈറ്റ് ചെയ്തു. സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ വീണ്ടും ബാക്കി സിംഗിൾ ക്രോഷ്യേസ് കൂടെ ചെയ്യാം. അങ്ങനെ നമ്മളത് സിംഗിൾ ക്രോഷ്യ ഏകദേശം കംപ്ലീറ്റായി. എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റ് ചെയിനില്ലേ അതിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ക്ലോസ് ചെയ്യുക. കണ്ടോ, സ്ലിപ്പ് ഇട്ടു. അങ്ങനെ ആ റൗണ്ട് കംപ്ലീറ്റായി. ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ 3 ചെയിൻസ് ചെയ്യുക. ഇനി എല്ലാ ചെയിനിലും ആ 30 ചെയിൻസിലും നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ആദ്യത്തെ 3 ചെയിൻ ഒരു ഡബിൾ ക്രോഷ്യ, ദെൻ 29 ഡബിൾ ക്രോഷ്യേസും കൂടെ ഇനി ചെയ്യുക. എല്ലാ ചെയിൻസിലും ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളത് ആ ഓരോ ചെയിനിലും ഡബിൾ ക്രോഷ്യേസ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫുള്ള് ചെയ്തെടുത്തു. ഇനി ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ഈ മൾട്ടി കളർ യാണ് മാറ്റിയിട്ട് ഒരു റെഡ് യാണ് ജോയിൻ ചെയ്തതിന് ഇനിയോട്ട് ബോഡി പാർട്ടിലേക്ക് കളർ ചേഞ്ച് ചെയ്യുക. അങ്ങനെ റെഡ് യാണ് നമ്മൾ ജോയിൻ ചെയ്തു. ഫസ്റ്റ് സ്ലിപ്പ് ഇട്ടിട്ട് അതിൽ റെഡിൽ 3 ചെയിൻസ് ചെയ്യുക. ദെൻ ഒരു ഡബിൾ ക്രോഷ്യ. അങ്ങനെ 8 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. 8 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക.
ആദ്യത്തെ 8 ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യേസ് ചെയ്തിട്ട് 7 വിടുക. പിന്നെ 8 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. പിന്നത്തെ 7 വിട്ടിട്ട് ആദ്യത്തെ ആ 3 ചെയിനിലേക്ക് സ്ലിപ്പിട്ട് ജോയിൻ ചെയ്യുക. ആദ്യം ഒരു 8 ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ ഒരു 7 സ്പേസ് ചെയിൻസ് നമ്മൾ വിടുക. എന്നിട്ട് പിന്നെ ഒരു 8 ഡബിൾ ക്രോഷ്യേസും കൂടെ പിന്നത്തെ 8 ചെയിൻസിൽ ചെയ്തിട്ട് 7 കൂടെ വിടുക. എന്നിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ അത് വിട്ടു. ഇനി ആ 8ാമത്തെ ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ഇവിടെ 8 ഡബിൾ ക്രോഷ്യേസ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 നമ്മൾ വിടുക. എന്നിട്ട് ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ടിട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ നമ്മളത് സ്ലിപ്പ് ഇട്ടിട്ട് ആ റൗണ്ട് ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ ആം ഹോള് റെഡിയായി. ബോഡി പാർട്ട് ഇനി നെക്സ്റ്റ് റൗണ്ടിൽ 2 ഡബിൾ ക്രോഷ്യ വീതം ഓരോ ചെയിൻസിലും 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓരോ ചെയിനിലും 2 ഡബിൾ ക്രോഷ്യ, 3 ചെയിൻസ് ചെയ്തു. ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ സെയിം സ്പേസിൽ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റിൽ 2, അങ്ങനെ ഓരോ ചെയിൻസിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ബോഡി പാർട്ട് 2ാമത്തെ റൗണ്ട് എത്തി. ഇനി 2-3 റൗണ്ട് നിങ്ങൾക്ക് നീളം കൂട്ടണമെങ്കിൽ റൗണ്ട്സ് കൂട്ടി എടുക്കാം കേട്ടോ. ചെറിയ കുഞ്ഞ് കീ ചെയിനല്ലേ, അപ്പോൾ അതിന് വലിയ ലെങ്ത്ത് ഭംഗിയുണ്ടാവില്ല. അപ്പം നമ്മളിവിടെ 2-3 റൗണ്ടും കൂടി ഇനി ചെയ്യുന്നുള്ളൂ. അത് റെഡിൽ ചെയ്തിട്ട് ലാസ്റ്റ് വീണ്ടും മൾട്ടി കളറിൽ ഒരു റൗണ്ട് കൂടെ ചെയ്ത് നമ്മളത് ക്ലോസ് ചെയ്യും. അങ്ങനെ ഓരോ ചെയിൻസിലും നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കുക. നമ്മളെല്ലാ ചെയിൻസിലും 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുത്തു. ലാസ്റ്റ് ആ 3rd ചെയിനിലേക്ക് സ്ലിപ്പ് ഇട്ട് നമ്മളത് ജോയിൻ ചെയ്ത് റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത 2 റൗണ്ടിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓരോ റൗണ്ടിലും ഓരോ ചെയിൻസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം. ഈ റൗണ്ടും അടുത്ത റൗണ്ടും. ഈ റൗണ്ടിൽ ഞാൻ റെഡാണ് യൂസ് ചെയ്ത്, അടുത്ത റൗണ്ടിൽ മൾട്ടി കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് 1 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് നമ്മൾ ഡ്രസ്സ് എൻഡ് ചെയ്യണം. ഓരോ ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുക്കുക. ഞാനിവിടെ സെൻറ്ററിൽ റെഡും ടോപ്പിലും ലാസ്റ്റ് റൗണ്ടും, അതായത് ടോപ്പ് പാർട്ടും ലാസ്റ്റത്തെ ആ ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ റൗണ്ടും മാത്രമാണ് മൾട്ടി കളറിൽ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡിൽ തന്നെ ഫുൾ റൗണ്ട് ചെയ്യുക. ലാസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് മൾട്ടി കളറിൽ കൊടുക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.